ഉണ്ട്. അവൾക്കൊരു വിഷമവുമില്ല. ഇനിയിപ്പോ സുഖമായല്ലോ, ഭർത്താവും മോനും പോയി, ഇനി ഹാപ്പി ആയിട്ട് ജീവിക്കാലോ എന്ന്. എന്റെ ജീവിതമേ അവരാണ്, എന്റെ ജീവന്റെ പാതിയാണ് ഇപ്പൊ പോയിട്ടുള്ളത്. എത്ര നാളും ജീവിച്ചത് അവർക്ക് വേണ്ടിയിട്ടാ. അവര് പോയെന്നും പറഞ്ഞ് എനിക്ക് ജീവൻ കളയാനോ കരഞ്ഞോണ്ടിരിക്കാനോ എനിക്ക് പറ്റത്തില്ല. അങ്ങേർക്ക് വേണ്ടി കരഞ്ഞോണ്ടിരിക്കേണ്ട കാര്യം എനിക്കില്ല, എനിക്ക് താല്പര്യമില്ല. ഈ ഖദീജയെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. വെബ് സീരീസിലൊക്കെ അഭിനയിക്കുന്ന ഒരു ആളാണ് ഖദീജ എന്ന് പറയുന്ന ഈ യുവതി. അപ്പം എന്താ പറയുക, അതിൽ എന്തായാലും മാധ്യമവും ഇതെല്ലാം ഒരുപാട് ഈ ഖദീജ എന്ന് പറയുന്ന വ്യക്തിയെ ഒരുപാട് വിമർശിക്കുകയും അതുപോലെ അവരുടെ സാഹചര്യങ്ങളതൊന്നും അറിയാതെ അവരെ ഒരുപാട് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓരോ മാധ്യമങ്ങളും അതാണെങ്കിലും യൂട്യൂബേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒരുപാട് അവരെ കുറ്റപ്പെടുത്തും ഇത് ചെയ്തിട്ടുണ്ട്. അവരുടെ ആ അവസ്ഥയും മാനസികാവസ്ഥയും ആരും ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ ഒരു ആളെ നമ്മൾ എന്താ പറയുക, ഒരാളെ ഒരു തെറ്റുകാരാക്കുന്നത് അവരുടെ സാഹചര്യമാണ്, അല്ലാതെ അവരൊരിക്കലും ഒരു തെറ്റിലേക്ക് നേരിട്ട് പോകുന്നില്ല. അവരുടെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഓരോരു കള്ളനും അല്ലെങ്കിൽ വ്യഭിചാരിയും അല്ലെങ്കിൽ പലതരത്തിലുള്ള തെറ്റുകാരായി മാറുന്നത്. അപ്പോൾ അതിലൊരു ഭാഗമാവേണ്ടി വന്നതാണ് ഈ ഖദീജ എന്ന് പറയുന്ന ഈ യുവതിക്ക്. ഈ യുവതി പ്രണയിച്ചിരുന്നു. ഷെഫീഖും ഖദീജയും ഒരുപാട് വർഷം പ്രണയിച്ച ആൾക്കാരായിരുന്നു. പിന്നെ അവർ എന്താ പറയുക, പ്രണയിച്ചവരെല്ലാവരും വിവാഹം കഴിക്കണമെന്നില്ലല്ലോ. ഇതിൽ അവർ പ്രണയമെല്ലാം അവസാനിപ്പിക്കേണ്ടി വന്നു. വീട്ടുകാരൻ്റെ ഇത് മുഖേന അവർക്ക് പ്രണയം അവസാനിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ രണ്ടുപേരും രണ്ട് വിവാഹങ്ങൾ കഴിച്ചു, വേറെ വേറെ ആളെ വിവാഹം കഴിച്ചു. അവർ രണ്ട് വഴിയിലായി. പിന്നീടാണ് ഈ ഖദീജ എന്ന് പറയുന്ന ഖദീജ എന്ന് പറയുന്ന യുവതിയുടെ ഭർത്താവ് വേറൊരു കല്യാണം കഴിക്കുന്നതും അയാൾ ഉപേക്ഷിച്ച് പോകുന്നതും. അപ്പോഴേക്കും ഇവർക്ക് 3 മക്കളുണ്ടായിരുന്നു, ഖദീജയ്ക്ക് 3 മക്കളുണ്ടായിരുന്നു. അപ്പോൾ ആ 3 മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്തം ഖദീജയ്ക്കായി. പിന്നെ അങ്ങനെ അവർ അങ്ങനെ പോകുന്ന സമയത്താണ് പിന്നെ ഷെഫീഖിനെ വീണ്ടും കാണാൻ ഇടവരുന്നതും അവരുടെ പഴയ സുഹൃത്ത് ബന്ധം പുതുക്കിയെടുക്കുന്നതും പിന്നെ അവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ആവുന്നത്. അപ്പോഴേക്കും ഷെഫീഖിനും ഭാര്യയുണ്ട്, അവർക്ക് 3 മക്കളുണ്ട്. അപ്പോൾ ആ സമയത്ത് ഷെഫീഖ് പറഞ്ഞത് എൻ്റെ ഭാര്യയ്ക്ക് മാനസിക രോഗമാണ്, അപ്പോൾ നമുക്ക് എന്നാൽ കല്യാണം കഴിച്ചാലോ എന്നുള്ളൊരു ഇതിൽ അവർ എത്തുകയാണ്. പക്ഷേ ഖദീജ ഡിമാൻഡ് വെച്ചത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് 3 മക്കളുണ്ട്, അവരെ ആ 3 മക്കൾ നോക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുകയുള്ളൂ എന്നാണ് ഖദീജ മുന്നോട്ട് വെച്ച ഇത്. അങ്ങനെ അവർ ശരി എന്ന് പറഞ്ഞ് ഖദീജയും ഷെഫീഖും വിവാഹം കഴിക്കുന്നു. അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി പോകുന്നു. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഷെഫീഖിന് ജോലിയും കൂലിയൊന്നും ഉണ്ടായിരുന്നില്ല, അതൊരു പ്രശ്നം തന്നെയായിരുന്നു. പിന്നെ ഒരു കോഴിക്കട നടത്തിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം പൊട്ടിപ്പാളീസായി, അതിലും ഒരുപാട് കടങ്ങൾ ഷെഫീഖിനുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഖദീജയ്ക്ക് ഒരു കോൾ വരുന്നത്. ഖദീജ ടിക്ടോക്കിലും ഇതിലൊക്കെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരു കോൾ വരികയാണ്, നിങ്ങൾക്ക് സീരിയലിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഖദീജയ്ക്ക് ഒരു കോൾ വരികയാണ്. അങ്ങനെ ഷെഫീഖ് ഉന്തിത്തള്ളി വിടുകയാണ്, ഖദീജ നീ പോവുകയാണെങ്കിൽ നമ്മുടെ അപ്പോഴേക്ക് കടങ്ങളെല്ലാം കൂടി വീട് ജപ്തിയായി, എല്ലാം ജപ്തിയുടെ വക്കിലായിരുന്നു. അങ്ങനെ ഖദീജയെ അതിലേക്ക് തള്ളിവിട്ട് ഖദീജ ശരിയെന്ന് പറഞ്ഞ് പിന്നെ പോവുകയാണ്, സീരിയലല്ലേ എന്ന് പറഞ്ഞ് സീരിയലിൽ പോവുകയാണ്. പക്ഷേ ഖദീജയ്ക്ക് എന്താണെന്ന് പറയുക, എഴുത്തും വായനയൊന്നും അറിയില്ലായിരുന്നു, അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ അതിൻ്റെ കൊണ്ട് തന്നെ ഈ സീരിയലിൽ അഭിനയിക്കാൻ കൊണ്ടുപോയവർ കുറേ എഗ്രിമെൻറ്റിലൊക്കെ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്നും എഴുത്തും വായന അറിയാത്തത് കൊണ്ട് ഖദീജ എല്ലാം ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. അത് ഖദീജയ്ക്ക് പിന്നെ പാരയായിട്ട് വരികയാണ് വന്നത്. ഖദീജയെ സീരിയൽ അഭിനയിക്കാനല്ല കൊണ്ടുപോയത്, വെബ് സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഖദീജയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പാൽപ്പായസം എന്നൊരു അതിൽ അഭിനയിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ പല ആൽബങ്ങളിൽ അഭിനയിച്ചു. അങ്ങനെ ആദ്യം 65,000 രൂപയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് വെച്ച് അങ്ങനെ കൂടി പിന്നെ ഓരോരോതും കൂടുമ്പോൾ നമുക്ക് പൈസ കിട്ടുമല്ലോ. അപ്പോൾ കൂടുതലായിട്ട് വെബ് സീരീസിലൊക്കെ അഭിനയിക്കുകയാണെങ്കിൽ കൂടുതൽ വരുമാനം പെണ്ണുങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അത് സമ്പാദിച്ചു. ഷെഫീഖിന് പിന്നെ യാതൊരു കുഴപ്പമില്ലായിരുന്നു. ഷെഫീഖിന് കടം വീടണം, പൈസ വേണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു. പിന്നെ അത് അങ്ങനെ ആയിപ്പോയി. പിന്നെ ഇവർക്ക് ഒരു കുഞ്ഞ് പറക്കുന്നു. അങ്ങനെ കുഞ്ഞ് പറന്നതിന് ശേഷം ഷെഫീഖിൻ്റെ സ്വഭാവത്തിലും ജീവിതത്തിലൊക്കെ മാറ്റം വരുന്നു. ഒരു ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന ഖദീജ കാണുന്നത് ഖദീജയുടെ 3 മക്കളെയും ഉപദ്രവിച്ച ഷെഫീഖിനെയാണ്. അങ്ങനെ ഷെഫീഖിൻ്റെ ഈ ഉപദ്രവം കണ്ടിട്ട് എന്താണെങ്കിലും സ്വന്തം മക്കളിനെ ഉപദ്രവിച്ച ആളെ കാണുമ്പോൾ നമുക്ക് എന്തായാലും സങ്കടം തോന്നും. നമ്മുടെ സ്വന്തം മക്കളെ ഇതാക്കുമ്പോൾ എന്തായാലും സങ്കടം തോന്നും. അങ്ങനെ ഖദീജ 3 മക്കളെയും കൊണ്ട് ഷെഫീഖിൻ്റെ
അടുത്ത് പിണങ്ങിയിട്ട് വേറെ താമസിക്കുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ 3 മക്കളെ കൊണ്ടുപോയി. ഇവർക്ക് ഉണ്ടായ കുഞ്ഞിനെ ഖദീജ കൊണ്ടുപോകുന്നില്ല. എല്ലാ പിള്ളേരും നോക്കാൻ എന്തായാലും പാടായിരുന്നു. അതുമല്ല, സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിനെ എന്തായാലും ഒരാളും അപായപ്പെടുത്തില്ല എന്നൊരു വിശ്വാസം ഖദീജയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഖദീജ ഈ 3 മക്കളെയും കൊണ്ട് പോകുന്നത്. അങ്ങനെ 3 മക്കളെയും കൊണ്ട് പോയി. പിന്നീടാണ് അപ്പോഴൊന്നും ഈ ഷെഫീഖ് ആത്മഹത്യയെക്കുറിച്ചോ അല്ലെങ്കിൽ മരിക്കാൻ പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിന് ശേഷമാണ് ചാറ്റിങ്ങിലോ അതിലൊന്നും പറയണില്ല, അത് മരണത്തിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെ പിന്നെയാണ് കുഞ്ഞിനെയും കൊന്ന് ഷെഫീഖും മരിക്കുന്നത്. അപ്പോൾ ഖദീജ പറയുന്ന കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. മനസ്സിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മരണകാരണം അതായിരിക്കാം. ഞാൻ അവരെ തള്ളിക്കളഞ്ഞു, അവരെ വേണ്ട എന്ന് വെച്ചത്. അപ്പം ചിന്തിക്കാതെ പോകുന്നൊന്നുണ്ട്. ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്, അല്ലെങ്കിൽ അന്നത്തെ വരെ, ഇവര് മരിക്കുന്ന അന്നത്തെ വരെ ഞാൻ ജീവിച്ചത് അവർക്ക് വേണ്ടിയിട്ടാണ്. ഷെരീഫിന് വേണ്ടിയും എൻ്റെ ഈ 7 മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പ്രസവിച്ചത് 4 എണ്ണം, പ്രസവിക്കാത്തത് 3 എണ്ണം. ഈ 7 മക്കൾക്കും ഈ ഹസ്ബൻഡിനും വേണ്ടിയാണ് ഞാൻ കിടന്ന് രാത്രി ഉറങ്ങാണ്ട് രാപ്പകലില്ലാതെ കിടന്ന് ഓടുന്നതും കഷ്ടപ്പെടുന്നതും. ഞങ്ങൾ തമ്മിലുള്ള ഈ സൗന്ദര്യപ്പണക്കത്തിന്റെ പേരിൽ ഒരാഴ്ച എനിക്ക് മാറി നിൽക്കേണ്ടി വന്നതേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇല്ല, അതെന്താന്ന് വെച്ചാല് എന്റെ ജോബ് എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും അറിയാലോ, ഷൂട്ടാണ്. ഷൂട്ട് ബേസ് ചെയ്ത് ഞാനൊരു റൂം എടുത്തിട്ടിട്ടുണ്ട്. ഷൂട്ടിങ്ങിന്റെ ക്യാമറ കാര്യങ്ങൾ വെക്കാനും എൻ്റെ ക്യാമറമാന് താമസിക്കാനും. അവിടെ എൻ്റെ ക്യാമറമാൻ ഉണ്ട്, മാനേജർ ഉണ്ട്, നമ്മുടെ സെറ്റിംഗ്സും കാര്യങ്ങളും ഷൂട്ടിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അവിടെയാണ്. ഈ പിണങ്ങിയ സമയത്ത് എനിക്ക് കയറി കിടക്കാൻ എനിക്ക് വേറെ എൻ്റെ വീടോ കൂടപ്പുറപ്പുകളോ ഒന്നുമില്ല ഈ കൊച്ചിയിൽ. ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്ക് അങ്ങനെ വലിയ ഫ്രണ്ട്സ് ഒന്നും ഇല്ല, 3-4 പേരേ ഉള്ളൂ. ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി നിൽക്കുന്നേക്കാളും നല്ലത് ഞാൻ വാടക കൊടുക്കുന്ന എൻ്റെ ഫ്ലാറ്റിൽ പോയി നിൽക്കുന്നതല്ല. അപ്പൊ ഞാൻ ഈ പിണങ്ങി നിന്ന സമയത്ത് ഞാൻ അപ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ മക്കളുടെ കാര്യങ്ങൾ കണക്ക് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഖദീജയ്ക്ക് 3 മക്കൾ, അതുപോലെ തന്നെ ഷെഫീഖിന് 3 മക്കൾ, പിന്നെ ഇവർക്കുണ്ടായ ഒരു കുഞ്ഞ്. അപ്പോൾ 7 മക്കൾ. അപ്പോൾ 7 മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്തം ഈ ഖദീജ എന്ന് പറയുന്ന യുവതിയുടെ തലയിലാണ്. അപ്പോൾ അവനക്കുണ്ടായ 3 മക്കൾ, ഇവർക്കുണ്ടായ 3 മക്കളും, അതുപോലെ 2 പേർക്ക് ഉള്ള 3 മക്കൾ, 3 6, പിന്നെ ഇവർക്കുണ്ടായ ഒരു കുഞ്ഞ്. അപ്പോൾ മൊത്തത്തിൽ 7 മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്തം ഖദീജയുടെ തലയിലായിരുന്നു. അവരെല്ലാം പൊന്നുപോലെ ഖദീജ നോക്കുകയും ചെയ്തു. അതിനിടയ്ക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ഇവരെ നോക്കുകയും വേണം, ആ മക്കളെ ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് ഖദീജ വീട് വിട്ട് പുറത്ത് പോയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 7 മക്കളെ നോക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് അവർ ഇടയ്ക്ക് വെച്ച് അത് നിർത്താതെയും ഒക്കെ ഇരുന്നത്. 7 മക്കളെ നോക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പോൾ 7 മക്കളെ നോക്കുമ്പോൾ നമുക്ക് ഈ 1-2 മക്കളെ നോക്കാൻ തന്നെ നമുക്ക് എത്രമാത്രം ചിലവുണ്ടെന്നുള്ളത് ഓരോ മാതാപിതാക്കൾക്കും അറിയാൻ പറ്റും. പിന്നെ ഷെഫീഖ് ഒരു ജോലിക്കും പോകുന്നില്ല, പിന്നെ അവൾക്ക് അത് തുടരേണ്ടി വന്നു. അപ്പോൾ ഇവരെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ ഒന്ന് മനസ്സിലാക്കണം അവരുടെ അവസ്ഥ. 7 മക്കളെ നോക്കേണ്ട അവസ്ഥയെക്കുറിച്ച് അവരുടെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയമാണ് തോന്നുന്നത്. എന്താ വെച്ചാൽ 7 മക്കളെ നോക്കണം, ഒരു പെണ്ണിൻ്റെ തലയിലാണ് ഈ ഉത്തരവാദിത്തം പറയുമ്പോൾ ഭയങ്കര ഒരു ഇത് തന്നെയാണ്. നമുക്ക് ഈ 2 മക്കളൊക്കെ നോക്കുമ്പോൾ തന്നെ എത്ര ചിലവാണ് വരുന്നതെന്ന് ചിന്തിച്ച് നോക്കും. പിന്നെ ഈ 7 മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ പറയാനുണ്ടോ. അതുപോലെ തന്നെ ഈ എന്തുകൊണ്ട് നിങ്ങൾ മരിച്ച ഉടനെ നിങ്ങൾ അറിഞ്ഞല്ലോ, പോയി നോക്കിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവർ പോയിട്ടുണ്ട്, ഓണറിനെ വിളിച്ചിട്ട്. ആദ്യം പോയപ്പോൾ മുട്ടിയിട്ട് തുറക്കുന്നില്ല, പിന്നെ ഓണറിനെ വിളിച്ചിട്ട് അവർ പോകുന്നുണ്ട്. ഓണറിനെ വിളിച്ച് പോയി തുറക്കുന്നില്ല, തുറന്ന് പിന്നെ അവർ എന്തോ ഏണിയൊക്കെ വെച്ചിട്ട് അവർ സൺസൈഡിൽ കൂടെ നോക്കുമ്പോൾ മരിച്ചു കിടക്കണം. അങ്ങനെ പിന്നെ ഉടനെ പോലീസിൽ അറിയിച്ചു. പോലീസുകാർ പറഞ്ഞത് രാവിലെ 8 മണിക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ബോഡി വിട്ടു തരുള്ളൂ എന്നാണ് ഖദീജയോട് പറയുന്നത്. അപ്പോൾ ഖദീജ പറയുന്ന കുറച്ച് വാക്കുകളും കൊണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം കേട്ടോ, ഒന്ന് കേട്ട് നോക്കൂ. ആ സമയത്ത് എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പോലും മെന്റലി ഓക്കെ അല്ലായിരുന്നു, ഇതായിട്ട് ഇരിക്കുമായിരുന്നു. ആ സമയത്ത് എൻ്റെ ആദ്യത്തെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പോവാൻ നിൽക്കണ്ട, നാട്ടിൽ നിന്ന് ഷെരീഫിൻ്റെ ആൾക്കാരൊക്കെ കൂടെ ആകെ ഇളകി വരുക, 2 വണ്ടി ആൾക്കാർ വരുന്നുണ്ട്, എന്നെ കൈ കിട്ടി അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതെനിക്ക് അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞു, ഇവിടുന്ന് മരണം വിളിച്ച് അവരൊക്കെ വിളിച്ചു പറഞ്ഞു എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണ്ട, അവരെന്തെങ്കിലും ചെയ്യും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സും സമ്മതിച്ചില്ല, കാണാൻ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയില്ല. പിന്നെ ഞാൻ ചിന്തിച്ചു, ഹോസ്പിറ്റലിൽ പോയി കാണാമെന്ന് ചിന്തിച്ചപ്പോഴും പിന്നെ ഞാൻ ചിന്തിച്ചത്, ഞാൻ പോയി ഈ ബോഡി ഏറ്റുവാങ്ങിയാൽ എനിക്ക് 1 സെന്റ് സ്ഥലമില്ല, ഒരു വീടില്ല, ഒരു കൂടപ്പുറപ്പുകളില്ല, എവിടെയെങ്കിലും കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് അറിയൂല. ഈ സിറ്റിയിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പോയി അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വല്ല ശ്മശാനത്തിനും കൊണ്ടുപോയി കത്തിക്കേണ്ടി വരും. അതിനേക്കാൾ എനിക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരമാണ് അവിടുന്ന് മാറി നിൽക്കുക, ബോഡി ഏറ്റ് വാങ്ങാൻ പോവാതിരിക്കുക എന്ന് പറയുന്നത്. എൻ്റെ മോനോട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഉപകാരം അതാ. കാരണം ഞാൻ അത് ചെയ്തുകൊണ്ട് അവരുടെ ആൾക്കാർ വന്നു
അവരെ കൊണ്ടുപോയി അവർക്ക് നല്ലൊരു കബറിടം കിട്ടിയെന്ന് അവരുടെ നാട്ടിൽ. അതാവുമ്പോൾ അവരുടെ കൂടപ്പറപ്പുകൾ ആഴ്ചയിൽ പോയി നോക്കുകയും അവർക്ക് വേണ്ട ഞങ്ങളുടേതായ മതത്തിലുള്ള ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉസ്താദന്മാരൊക്കെ വിളിച്ച് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. എത്ര നാൾ ജീവിച്ചത് അവർക്ക് വേണ്ടിയിട്ടാണ്. അവർ പോയെന്നും പറഞ്ഞ് എനിക്ക് ജീവൻ കളയാനോ കരഞ്ഞോണ്ടിരിക്കാനോ എനിക്ക് പറ്റത്തില്ല. കാരണം എൻ്റെ വിഷമം എൻ്റെ ഉള്ളിൽ ഒതുക്കാനേ എനിക്ക് പറ്റുള്ളൂ. അവർ പോയെന്നും പറഞ്ഞ് ഞാൻ കിടന്ന് ഇന്ന് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുക്കണം. എനിക്ക് ആരും മേടിച്ചു തരാനില്ല. ഈ സമയം വരെ എൻ്റെ ഫാമിലിയിൽ നിന്നാവട്ടെ അവരുടെ ഫാമിലിയിൽ നിന്നാവട്ടെ ഞാൻ ചത്തിട്ടുണ്ടോ ജീവിച്ചിട്ടുണ്ടോ എന്ന് ആരും വിളിച്ച് ചോദിച്ചിട്ടില്ല. എനിക്കങ്ങനെ ആരും ഇല്ല ചോദിക്കാൻ. അതുകൊണ്ട് തന്നെ ആരെയും കുറ്റപ്പെടുത്താനും എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇനി മുന്നോട്ട് എനിക്ക് 3 മക്കളുണ്ട് നാട്ടിൽ. ഇനി മരിച്ചു പോയ ഷെരീഫിന് 3 മക്കളുണ്ട് നാട്ടിൽ. ഈ 2 കുടുംബം ഇനി ഞാനാ നോക്കേണ്ടത്. അപ്പൊ എനിക്ക് ഇനി ജോലി ചെയ്താൽ പറ്റും, മുന്നോട്ട് ഇറങ്ങിയേ പറ്റൂ, ഞാൻ ഓക്കെ ആയേ പറ്റത്തുള്ളൂ. ഇനി ഞാൻ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. തീർച്ചയായും ഞാൻ അഭിനയിക്കും. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ഓഫീസിൽ പോയി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യണമെന്ന് എനിക്കറിയാം. ആകെ അറിയുന്നത് അടുക്കളപ്പണി ഞാൻ ചെയ്തിരുന്നത് അതാണ്. വീട്ടിൽ ജോലിക്ക് പോയി വീട്ടുകളിൽ അടിച്ചെടുത്ത് തുടക്കാനും ജോലിക്കും പോയിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. ആ ശമ്പളം ഇന്നത്തെ കാലത്ത് ഒന്നും ആവില്ല. ഈ 6 മക്കളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ ചെലവുണ്ട്. അപ്പൊ എനിക്ക് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. സോഷ്യൽ മീഡിയക്കാർ ഇനി പലതും പറയും. അവൾ വീണ്ടും ഇറങ്ങി, അവൾക്കൊരു വിഷമവുമില്ല. എന്റെ വിഷമം എനിക്ക് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്റെ വിഷമം അത് എന്റെ മോൻ മരിച്ചെന്ന് ഞാനിപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റത്തില്ല. കാരണം എന്റെ മോനെ ഞാൻ അവസാനമായിട്ട് കാണുന്നത് ചിരിച്ച മുഖത്തോടെ നല്ല രീതിയിൽ ഞാൻ ഹാപ്പിയായി പറഞ്ഞു വിട്ടതാണ്. റിപ്പോർട്ട് വന്നതിന് എനിക്ക് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ ഒരു അറിവ്, എന്റെ മോനെ ആദ്യം 2 കൈ വെച്ച് കൊന്നിട്ട് കെട്ടിത്തൂക്കിന്നാണ്. ശരിയാണ്, ഖദീജ പറഞ്ഞത് ശരിയാണ്. അവര് എന്താണ് അവളുടെ വീട്ടുകാർ നോക്കാനില്ല. സോറി കേട്ടോ, ഷെഫീഖല്ല ഷെരീഫാണ്. ഇനിയിപ്പോൾ അത് എനിക്ക് ആ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ, ഷെരീഫാണ്. അപ്പോൾ ഇവരെ നോക്കി ഷെരീഫിൻ്റെ വീട്ടുകാർ നോക്കാനില്ല, അതുപോലെ ഖദീജയുടെ വീട്ടുകാർ നോക്കാനില്ല. അപ്പോൾ അവൾക്ക് ഇനിയും ആ ഒരു ഇത് ചെയ്തേ പറ്റത്തുള്ളൂ, ഇത് അഭിനയിച്ചേ പറ്റത്തുള്ളൂ. അതിലേക്ക് വിട്ടു കഴിഞ്ഞ് പിന്നെ അതിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറയില്ലേ. പിന്നെ ഇപ്പോൾ ഈ ഒരു അതിൽ നല്ല വരുമാനമുണ്ട്. പിന്നെ വേറൊരു ഇതിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അത്രയും വരുമാനം കിട്ടില്ല. ഈ 6 മക്കളാണ് ഇനിയിപ്പോൾ. ഷെരീഫിൻ്റെ 3 മക്കളെ നോക്കണം, ഖദീജയുടെ 3 മക്കളെ നോക്കണം. അപ്പോൾ ഇത്രയും അത് ഭാരിച്ച ഒരു ഇത് ഖദീജയുടെ തലയിൽ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഖദീജയ്ക്ക് ഇനി അതിൽ നിന്നും മാറാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദി ഷെരീഫ് തന്നെയാണ്. അപ്പോൾ അത് ഭർത്താവ് മരിച്ചു, കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനി ഇവർക്ക് മാറി നിൽക്കാനോ ഒഴിഞ്ഞു നിൽക്കാനോ പറ്റില്ല. അവർ ഒരു വീട്ടിൽ ഒതുങ്ങി കൂടിക്കഴിഞ്ഞാൽ ഈ പറയുന്നവരാരും, ഈ കുറ്റം പറയുന്നവരാരും അവർക്ക് പൈസയും കൊണ്ട് കൊടുക്കില്ല. അപ്പോൾ വീണ്ടും അവർക്ക് അഭിനയിച്ചേ പറ്റുള്ളൂ. അവൾ സുഖിക്കുകയാണ്, പിന്നെയും അഭിനയിക്കാൻ പോകുന്നു. അവൾക്ക് യാതൊരു വിഷമവും അങ്ങനെയാണ്. സ്വന്തം മകൻ മരിച്ചു, സ്വന്തം ഭർത്താവ് മരിച്ചു, അവൾക്ക് യാതൊരു കൂസലും ഇല്ല. പിന്നെ അവൾ അഴിഞ്ഞാടാൻ പോകണമെന്നൊക്കെ പറയുന്ന ചെലവിന് കൊണ്ട് കൊടുക്കില്ല. അപ്പോൾ അവളെ തെറ്റുകാരി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അവളുടെ സാഹചര്യം കൊണ്ടാണ് അവൾ അതിലേക്ക് പോയത്. അപ്പോൾ എന്താ പറയുക, ഒന്നും കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ സാഹചര്യമാണ് ഓരോരുത്തരും ഓരോ തെറ്റുകാരാക്കി മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ അവൾ അതിലോട്ട് പോയി. ഇനി അവൾക്ക് അതിൽ നിന്ന് പിന്മാറാനും പറ്റില്ല. ആ ഒരു ഇതിലായി പോയി. അപ്പോൾ അവൾക്ക് മക്കളെ നോക്കണം, പുറത്ത് പോയ വേറൊരു ഇതില്ല. അപ്പോൾ ഈ ഒരു ഇത് കൊണ്ട് അവളെ കുറ്റം പറയാനും നമുക്ക് പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ഒരു ഇത് കണ്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം പറഞ്ഞിട്ട് വന്നതാണ്. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ച് ലെങ്തി ആയി പോയി വീഡിയോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാണ്, ഷെഫീഖ് അല്ല ഷെരീഫാണ് കേട്ടോ. എനിക്കതൊരു മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബായ്.